ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ആൻഡ് ഫുഡ് വിത്ത് ബേസിൽ. നമ്മളിപ്പോ എവിടെയാ? ഹലോ ഗൈസ്, അപ്പോ നമ്മളിന്ന് മറയൂർ വഴി കാന്തല്ലൂർ. ഗൈസ്, അപ്പോൾ നമ്മള് എവിടെയാ? എരവികുളം നാഷണൽ പാർക്ക് കഴിഞ്ഞു. ഇപ്പം മറയൂർക്ക് ഇനി എത്ര കിലോമീറ്റർ? അവിടെ എല്ലാവരും ഉണ്ട് ഗൈസ്. അപ്പോൾ ഇനി മറയൂർക്ക് എത്ര കിലോമീറ്റർ? അറൗണ്ട് 10-15-20 കിലോമീറ്റർ അടുത്തുണ്ട് ഗൈസ്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ മറയൂരെത്തി. ഇപ്പോൾ ഇവിടെ ജീപ്പ് പറഞ്ഞേക്കുക. ജീപ്പ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഒരു 10 മിനിറ്റ് അവർ പറഞ്ഞേക്കുക. ജീപ്പിലാണ് ഇനി എല്ലാ സ്ഥലങ്ങളും കാണാൻ പോണത്. അപ്പോൾ കാണാം. ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ജീപ്പ് വന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇനി ജീപ്പ് ട്രക്കിങ് ചെയ്യാൻ പോവാം. അപ്പോൾ കാണാം. എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സാൻഡൽ റിസോർട്ട്. വേൾഡിൽ തന്നെ കൂടുതൽ ചന്ദനമുള്ള സ്ഥലമാണ്. ഗൈസ്, പുള്ളി പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ ഈ സാധനം ഇതുപോലത്തെ ബോർഡുള്ള എല്ലാം ചന്ദനമരാണ്. ഇത് ചന്ദനമരം. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം NSR എന്നുള്ളത് നാച്ചുറൽ സാൻഡൽ റിസർവോ അങ്ങനെ വേണ്ട. ഇപ്പോൾ നമ്മൾ ചന്ദനമരങ്ങൾ കണ്ടു. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നു വാട്ടർഫാൾ. ഏത് വാട്ടർഫാൾ? കാന്തല്ലൂർ വാട്ടർഫാൾ. ഇതാണ് നമ്മുടെ കാന്തല്ലൂർ മുകളിലെ സൈഡ്. താഴെ വേറൊരു സൈഡുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് നമ്മൾ 12 വർഷം മാത്രം കൂടുമ്പോൾ കാണുന്ന നീലക്കുടുങ്ങി. ഗൈസ്, നമ്മൾ വെള്ളച്ചാട്ടത്തിന് താഴത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞതോ കാട്ടിക്കൂടെ പോകുന്നുണ്ട്. എവിടെ എത്തുമെന്ന് കണ്ടറിയാം. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ വീട്ടിലിരിക്കാൻ തോന്നുന്നു? അധികമാണ്. ഗൈസ്, ഇത് 2000 BC ഇവിടെ ജീവിച്ചിരുന്ന പ്രാചീന മനുഷ്യര് അവർ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കുക. ഗൈസ്, അപ്പോൾ കാന്തല്ലൂർ വെള്ളച്ചാട്ടം കണ്ടു. അടുത്തതിപ്പോൾ ബ്രഹ്മരം വ്യൂ പോയിന്റിലാണ്. അവിടെ കാന്തല്ലൂർ വെള്ളച്ചാട്ടത്തിൽ ഒരു ജീപ്പിന് 50 എൻട്രി ഉണ്ട്, എൻട്രി ഫീ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ജീപ്പിന് 50 രൂപ എൻട്രി ഫീസ് ഉണ്ട്. അപ്പോൾ എവിടെയായിരുന്നു? ഏതാ? ബ്രഹ്മരം സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലത്തെ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ മേളിൽ ആളുണ്ട്. നീ കരയാതെ കയറി ആൽപ്പി.
ആൽഫി ഇവിടെ വലിയ കുഴപ്പമില്ല, പക്ഷെ മേളിലേക്ക് പ്രശ്നമാണ്. ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഒരു വൈബായിട്ട് എടുത്താൽ. ഭ്രമരം വ്യൂ പോയിന്റിലെ അല്ല ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഫേമസ് ഇതാണ് മോഹൻലാൽ കരഞ്ഞ സൂം ചെയ്ത് ഇവിടെയാണ് മോഹൻലാൽ ഗൈസ്. അപ്പോൾ നമ്മൾ ഭ്രമരം വ്യൂ പോയിന്റ് കണ്ടോണ്ടിരിക്കുക. എന്ത് കഴിച്ചാ? എന്നിട്ട് ഈ പറഞ്ഞ വല്ലപ്പോഴും ഒരു 10 രൂപ മുടക്കണം. ഇനിയിപ്പോ സ്ട്രോബെറി ഫാമിലി വന്നേക്കുന്നു. പിന്നെ അവിടെ സ്ട്രോബെറി വഴിയുണ്ടാവുന്ന ഇവിടെ ഫ്രീ എൻട്രി ഗൈസ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കടത്തി വിടില്ല. ഇവിടെ പുറത്ത് നിന്ന് ചുമ്മാ കണ്ടിട്ട് വന്നു വന്നു. ചേച്ചി സ്ട്രോബെറി എത്രയാ? 600. സ്ട്രോബെറി കിലോയ്ക്ക് 600 രൂപ ഗൈസ്, പക്ഷെ മേടിക്കാനും സാധനമില്ല. അടുത്തത് ഇനി ശർക്കര ഫാക്ടറിയില്ലേ, ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറിയിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ മറയൂര് ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറിയാണത്. ഫാക്ടറിയാണോ? ആ, എന്തോ ഒരു സ്ഥലത്തേക്ക് വന്നേ, ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് വന്നേ. നമ്മൾ കഴിക്കണ ശർക്കരയുടെ ഫസ്റ്റ് ഫേസ് ആണ് ഈ കാണുന്നത്. ഈ വെട്ടി തിളക്കുന്ന എന്താണെന്ന് പറയും, എനിക്കറിയില്ല. ശർക്കരയ്ക്ക് എത്ര രൂപ? ആ, എന്ത് ശർക്കര? ആ, ചുക്കൊക്കെ ആയിട്ട് 180, 130. പിന്നെ സാധാ ശർക്കരയുടെ പൊടിയുണ്ട്, അത് 100 രൂപ. ശർക്കരയുടെ പൊടി 150 രൂപ. കൂർക്ക ഇങ്ങ് മാർക്കറ്റിൽ കിട്ടാത്ത കൂർക്കയാണിത്, ഇത്രയും വലിയ കൂർക്ക. ചെമ്പും കിഴങ്ങ് പോലെയുള്ള 80. ഇത് വളമിടാത്ത മരുന്നടിക്കാത്ത ഇവിടെ ട്രൈബൽ ഏരിയയിൽ ചെയ്യുന്നു. ഗായ്സ്, നമ്മളിപ്പോ അവസാനത്തെ സ്പോട്ടായ മുരുകൻ മലയില ഗായ്സ്. ഗായ്സ്, അപ്പൊ ഞങ്ങള് 16 ഡേയ്സ് സിനിമ കാണാൻ കയറുക. നമ്മൾ 3D എക്സ്പീരിയൻസ് 16 days അപ്പോൾ ഞങ്ങള് 16 ഡേയ്സ് സിനിമ കണ്ടു. അപ്പൊ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇല്ല ഫുഡ് കഴിക്കാനുണ്ട്.
അതിലും ബൈ ഗൈസ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോണ വഴിക്ക് ഞങ്ങൾ ചന്ദനത്തിൻ്റെ തൈ മേടിക്കാൻ വേണ്ടി വന്നേക്കുക. ഇവിടെ ലോക്കൽ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നോക്കാം. ചന്ദനത്തിൻ്റെ തൈയ ഗൈസ്. ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് 75 രൂപ ഒരു തൈ. ടൂർ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പറയല്ല, ടൂർ വളരെ പൊളിയായിരുന്നു. അവനൊന്നും ശരിയായിട്ട്